ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടിൽ പരിശോധനകൾ നടക്കുകയാണ്. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി ആണ് കസ്റ്റംസ് പരിശോധന നടത്തുന്നത്. ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് കടത്തി എന്നതായിരുന്നു റിപ്പോർട്ട്. ആഡംബര വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് റാഫി കരീമും നിതിൻ അംബുജനും നമ്മളോടൊപ്പമുണ്ട്. നിതിൻ അംബുജനിലേക്ക് ആദ്യം. നിതിൻ, ഈ സൂപ്പർ താരങ്ങളുടെ വീടുകളിലേക്ക് റെയ്ഡ് വ്യാപിക്കുകയാണ്. അവിടെ മാത്രമല്ല പലയിടങ്ങളിലായി റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ നംഖോറിന്റെ സവിശേഷത എന്താണ്? ഇത് ഈ ഭൂട്ടാനിലെ സൈനികർ ഉപയോഗിച്ചിരുന്ന വാഹനം അത് വിറ്റത് ലേലത്തിലെടുത്ത് പിന്നെ അത് കടത്തിക്കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ മാറ്റി കേരളത്തിൽ ഈ താരങ്ങളടക്കമുള്ളവർക്ക് മറിച്ചു വിറ്റു എന്നതാണല്ലോ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇന്നത്തെ പരിശോധന ഇപ്പോഴും നടക്കുകയാണോ? എന്തെങ്കിലും കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നിതിൻ? സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ പരിശോധന നടക്കുന്നുണ്ട്. രാജ്യവ്യാപകമായി കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കൂർ എന്ന ഭാഗമായി തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലും ഈ പരിശോധന നടക്കുന്നത്. അതിൽ കേരളത്തിലെ സൂപ്പർ താരങ്ങളായ ദുൽഖർ സൽമാൻ, അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് എന്നിവരുടെ വസതികൾ കേന്ദ്രീകരിച്ചും ഈ പരിശോധന നടക്കുന്നു. തിരുവനന്തപുരം, കൊച്ചി ഉൾപ്പെടെയുള്ള എറണാകുളം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലാണ് ഈ പരിശോധന നടന്നു വരുന്നത്. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്ന കണ്ടെത്തൽ തുടർന്നാണ് ഈ പരിശോധന. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് തുടങ്ങിയ വിവരത്തിന്റെ അല്ലെങ്കിൽ അത്തരമൊരു വിവരങ്ങൾ കസ്റ്റംസ് ശേഖരിച്ചു. അതിനുശേഷമാണ് ഈ ഒരു പരിശോധനയിലേക്ക് കസ്റ്റംസ് സംഘം കടന്നിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. അതിൽ സിനിമാ താരങ്ങൾ മാത്രമല്ല, കോടികൾ ടേൺ ഓവറുള്ള ബിസിനസ്സുകാർ, അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖരെ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ നികുതി വെട്ടിച്ച് ഈ കാറുകൾ എത്തിച്ചു. അതിനുശേഷം ആദ്യം ഹിമാചൽ പ്രദേശിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് കേരളത്തിലെ വിവിധയിടങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മറ്റിടങ്ങളിലേക്കും ഈ കാറുകൾ എത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരിശോധന നടക്കുന്നത്. വിദേശ രാജ്യത്തും ആദ്യം ഭൂട്ടാനിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് പിന്നീട് അത് വ്യാജ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത് പിന്നീട് അത് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് രാജ്യത്തിന്റെ മറ്റ് പല ഇടങ്ങളിലേക്കും ഇത്തരത്തിൽ വാഹനങ്ങൾ കൊണ്ടുപോകുന്നു എന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്, അത്തരമൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തുന്നത്. ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഒക്കെ ഈ വാഹനം വാങ്ങാൻ ഇടയായത് എങ്ങനെയാണ്? ആര് വഴിയാണ് ഇവരിലേക്ക് വാഹനം എത്തിയത്? ഈ കാര്യങ്ങൾ കസ്റ്റംസ് പരിശോധിച്ചോ? ഈ ഇത്തരം ചോദ്യങ്ങളോട് താരങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? ഇവരുടെ വീടുകളിൽ നടത്തുന്ന പരിശോധനയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പൃഥ്വിരാജിന്റെ തേവരയിലെ വസതിയിൽ കസ്റ്റംസ് സംഘം എത്തിയെങ്കിലും പൃഥ്വിരാജും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് ഉപയോഗിക്കുന്ന വാഹനവും ഈ കസ്റ്റംസ് ഇപ്പോൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന വാഹനവും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ തുടർന്ന് കസ്റ്റംസ് സംഘം തേവരയിലെ വസതിയിൽ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പരിശോധനയിൽ ഇപ്പോൾ അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ ഇളംകുളത്തെ വസതിയിലും ഇത്തരത്തിൽ പരിശോധന നടന്നു വരികയാണ്. നമുക്കറിയാം ഇതിന്റെ പിന്നിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ റാക്കറ്റ് കേന്ദ്രീകരിച്ച അന്വേഷണമാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എന്തായാലും എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ലിസ്റ്റ് എന്തായാലും കസ്റ്റംസ് സംഘം നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ആ പട്ടിക പരിശോധിച്ച് തന്നെയാണ്, ആ പട്ടിക കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് എന്തായാലും കസ്റ്റംസ് സംഘം എത്തിയിരിക്കുന്നത്. പൃഥ്വിരാജിന് കൊച്ചിയിൽ തേവരയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഫ്ളാറ്റ് ഉണ്ട്. പക്ഷേ കസ്റ്റംസ് സംഘം ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരിശോധന തേവരയില് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ലാൻഡ് റോവർ വാഹനമാണ് ഈ അന്വേഷണ പരിധിയിലുള്ളത്. ആ വാഹനം അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പൃഥ്വിരാജും അവിടെ ഇല്ലാതെ തുടർന്നാണ് ഇപ്പോൾ കസ്റ്റംസ് സംഘം അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും സമാനം തന്നെയാണ് അവസ്ഥയെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ദുൽഖർ സൽമാന്റെ വസതിയിൽ, അതായത് കൊച്ചി ഇളംകുളത്തെ വസതി കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടന്നു വരുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇത് നടന്മാരിലേക്ക് മാത്രമല്ല മറ്റ് വ്യവസായ പ്രമുഖരിലേക്കും ഈ ഇത്തരത്തിലൊരു പരിശോധന നേടിയിട്ടുണ്ട്. കോടികൾ ടേൺ ഓവറുള്ള ബിസിനസ്സിലെ കാരിലേക്കും ഇത്തരത്തിൽ പരിശോധന നീണ്ടു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും വലിയ റാക്കറ്റ് ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് കസ്റ്റംസ് സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പരിശോധന നടത്തുന്നത് സംസ്ഥാന വ്യാപകമായ പരിശോധനയാണല്ലോ. ഇപ്പോൾ നമുക്കറിയാവുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന ഈ താരങ്ങളുടെ വീടുകൾ, പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലാണെങ്കിലും അതല്ലെങ്കിൽ ദുൽഖറിന്റെ എലങ്കുളത്തെ വീട്ടിലാണെങ്കിലും ഒക്കെ നടത്തുന്ന പരിശോധന. അതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ഇത്തരം വാഹനങ്ങൾ എത്തിയിട്ടുള്ളത് കേരളത്തിലെ ഏത് മേഖലയിലാണ്? ഇപ്പോൾ വ്യവസായ പ്രമുഖരടക്കം ഇതിന്റെ ഉപഭോക്താക്കളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? കൂടുതലും ഈ കസ്റ്റംസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അവരുടെ പരിശോധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏത് മേഖലയിലാണ്?
കൊച്ചിയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ കൂടുതലായി ഈ വാഹനങ്ങൾ ഇവിടെ എത്തിയെന്ന വിവരം എന്തായാലും കസ്റ്റംസിന്റെ പക്കലുള്ളത്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് കോഴിക്കോടും വ്യാപകമായി തന്നെ പരിശോധന നടക്കുന്നത്. വ്യവസായ പ്രമുഖരിലേക്കും ഈ പരിശോധന നീണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ സിനിമാ താരങ്ങളിലേക്ക് മാത്രമല്ല വ്യവസായ പ്രമുഖരിലേക്കും ഈ പരിശോധന അല്ലെങ്കിൽ ഈ അന്വേഷണം നീണ്ടിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വിവിധയിടങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു കോഴിക്കോടും അതോടൊപ്പം എറണാകുളം മാത്രമല്ല മറ്റ് പല ജില്ലകൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ പരിശോധന നടന്നു വരികയാണ്. എന്തായാലും കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി തന്നെയാണ് ഈ ഓപ്പറേഷൻ നുങ്കൂർ എന്ന ഈ പരിശോധന നടക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പരിശോധന നടക്കുന്നത്. ഭൂട്ടാനിൽ നിന്നാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ആഡംബര വാഹനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. കൃത്യമായ പട്ടിക എന്തായാലും കസ്റ്റംസ് സംഘത്തിന്റെ പക്കലുണ്ട്. ആ പട്ടിക കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ പരിശോധനയിലേക്കും എന്തായാലും നീങ്ങിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചു കസ്റ്റംസ് സംഘം നൽകുന്ന വിവരം ഇപ്രകാരമാണ്. ഇതിന് പിന്നിൽ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ റാക്കറ്റാണ് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ എത്തിച്ച് അവിടെ നിന്ന് വ്യാജ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത് പിന്നീട് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ഈ വാഹനങ്ങൾ കൊണ്ടുപോകുന്നു. ഇതിനായി ഒരു റാക്കറ്റിന് പ്രവർത്തിക്കുന്ന വിവരം നേരത്തെ തന്നെ കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അന്വേഷണത്തിൽ തുടർച്ചയായി തന്നെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഈ നടന്മാരിലേക്കും അതോടൊപ്പം തന്നെ വ്യവസായ പ്രമുഖരിലേക്കും നീണ്ടിരിക്കുന്നത്. ഏതായാലും ഭൂട്ടാനിൽ സൈന്യം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അത് ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചലിൽ കൊണ്ടുവന്ന് പിന്നീട് കേരള രജിസ്ട്രേഷനിലേക്കൊക്കെ മാറ്റി വിൽപ്പന നടത്തുകയും അതിലെ ഉപഭോക്താക്കളെ താരങ്ങളടക്കം മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ നംഖോർ ഇപ്പോൾ പരിശോധനയുടെ ഭാഗമായി കസ്റ്റംസ് ഈ വീടുകളിലൊക്കെ പരിശോധന നടത്താൻ. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.